അപ്പം ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ പരിപാടി ചിക്കൻ ഉണ്ടാക്കുക, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ ഈ ചിക്കന് വേണ്ടത് നമ്മുടെ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഓക്കെ, അത് ഞാൻ വഴറ്റുന്നതാണ് എണ്ണയിട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. നോർത്ത് ഇന്ത്യൻ ചിക്കൻ എങ്ങനെയാണ് വെക്കണത്. ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി കേട്ടോ. മല്ലിപ്പൊടി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയാണിത്. ഇത് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടേക്കാം. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഫോർ ദ നോർത്ത് ഇന്ത്യൻ ചിക്കൻ പ്രിപ്പറേഷന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ടേസ്റ്റ് മാറ്റിയെടുക്കണം നോർത്ത് ഇന്ത്യൻ്റെ. ഇതാണ് ഞാനിടുന്നത്, ജീരകം, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അതേപോലെ തന്നെ അവർ കുറച്ച് മേത്തി ലീവ്സും ഇടും. ഇത് ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. നമ്മളിത് ചിക്കൻ ഇടാൻ പോകണം കേട്ടോ. ഇവിടെ ഇന്ന് ഗസ്റ്റ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ജോയിൽ പോകുന്നിടത്ത്, അതായത് നീ ഇവിടെ ഒരു സെക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ഒരു ഇന്ന് അവർക്ക് ലിബർട്ടി ഡേ ആണ്. ഇന്നൊരു മലയാളി പയ്യന് ലിബർട്ടി ഡേ ആണ് അവിടുത്തെ പിള്ളേർക്ക്. അപ്പോൾ ഒരു മലയാളീനെ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് അവർക്ക് ഒരു ഫുഡ് കൊടുക്കണം മമ്മിയിൽ നിന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും നമ്മുടെ ഫിഷും കപ്പയൊക്കെ ഒന്ന് പുഴുങ്ങി അതൊക്കെ കൊടുക്കണോട്ടെ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാനും കാരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടും. അപ്പോൾ ഞാൻ ഇതേ സൈഡിൽ നമ്മുടെ ക്യാബേജും ഉലത്തിയിട്ടുണ്ട്. ക്യാബേജിൻ്റെ പകുതി പ്രിപ്പറേഷൻ നടക്കണേണ്. അപ്പോൾ ഇനി എനിക്ക് കപ്പ പുഴുങ്ങണം, അതാണ് ഇനി അടുത്തത്. അപ്പം നമ്മുടെ കോഴി ഒന്നുകൂടി ഇനി നമുക്ക് ചിക്കൻ മൂടി വെക്കാം കേട്ടോ. ഇതാണ് മൂടി, വെള്ളം വന്നവരെ നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിക്കും. ഇത് കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ആയി വരുന്നുണ്ട് കേട്ടോ. മൂടി വെച്ച് വെള്ളം തന്നെ വന്നോളൂ, വെള്ളം നമ്മൾ ഇടണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്താണ് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ചിക്കൻ കറിയുടെ ജീരകം, ചെറിയ ജീരകവും മേന്തി ലീവ്സും മെയിനാണ്. പോരെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ ചിക്കൻ ഗെറ്റിംഗ് റെഡി. ഓക്കെ, ഇത് എൻ്റെ ചിക്കൻ തിളച്ച് വരാൻ തുടങ്ങി. പിന്നെ ഒരു 5 to 6 minutes കഴിയുമ്പോൾ സിമ്മിലിട്ട് കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ ചിക്കൻ കറി ആവും. ഇനി എൻ്റെ സെർവിങ് ഡിഷ് ഉണ്ടല്ലോ, ഉച്ചക്കത്തെ മീൽ, ആ ലഞ്ചിൽ നമുക്ക് കാണാം നമ്മുടെ ചിക്കൻ്റെ എങ്ങനെ രൂപത്തിലായിരുന്നു. ഓക്കെ, താങ്ക് യു. പ്ലീസ് subscribe, like and comment. Okay, thank you.